Hello friends, welcome to Happy English. I am Rashida and today we are getting into our 50th session. നമ്മുടെ 50ാമത്തെ ക്ലാസ് ആണെന്ന് അല്ലേ? നമ്മൾ ഒരുപാട് ദൂരം നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള യാത്രയിൽ നമ്മളൊരു മുക്കാൽ ഭാഗത്തോളം എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് വെറും 10 ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. ഈ 50 ദിവസത്തെ ക്ലാസ് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഹാപ്പി ഇംഗ്ലീഷ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ആ ക്ലാസ്സസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപ് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ എന്തായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? തെറ്റുകൂടാണ്ട് ഒരു സെൻറ്റൻസ് എഴുതാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, സോ നിങ്ങൾക്കത് കഴിയുന്നു എങ്കിൽ അത് നിങ്ങൾ ചെയ്ത പ്രാക്ടീസിൻ്റെയും നിങ്ങൾ ചെയ്ത വർക്കൗട്ടിൻ്റെയും ഒരു ഫലമാണ്. സോ അത് ചെയ്യാത്തവർക്ക് അത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. മാക്സിമം ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർ ഇനിയും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്, എവിടെയാണോ ബ്രേക്ക് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, ആ ഒരു ഭാഗം തൊട്ട് പെട്ടെന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം സമയം എന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരു സ്വത്ത് എന്ന് പറയുന്നത് നമുക്ക് സമയമാണ്. നമ്മുടെ സമയം വേറെ എന്ത് സ്വത്താണെങ്കിലും നമുക്ക് തിരിച്ചുണ്ടാക്കാം. പണമാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, എന്ത് കാര്യം നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ സമയം എന്നുള്ളത് അത് ചിലവഴിച്ച് കഴിഞ്ഞാൽ ചിലവഴിഞ്ഞത് തന്നെയാണ്, പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഈ ഒരു നല്ല സമയം വെറുതെ വേസ്റ്റ് ചെയ്യാണ്ട് ഇത്രയും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾ കണ്ടറിയുക. ഓക്കെ, സോ നമുക്ക് വെറും ബാക്കിയുള്ളത് എത്ര സെഷൻസ് ആണ്? വെറും 10 സെഷൻസ്. ഓരോ സെഷൻസും ഓരോ മണിക്കൂറാണെങ്കിൽ നമുക്കിനി ബാക്കിയുള്ളത് വെറും 10 മണിക്കൂറുകൾ മാത്രമാണ്. സോ ഇനിയുള്ള ഒരു 10 മണിക്കൂറുകൾ കൊണ്ട് മാത്രം നിങ്ങൾ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാനുള്ള ഒരു മാക്സിമം ടിപ്സും കാര്യങ്ങളും ഈ 60 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ സംസാരിക്കുന്നത് അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, നിങ്ങൾ പഠിച്ച കാര്യം എത്രത്തോളം പ്രാക്ടിക്കൽ ആക്കുന്നു. വെറുതെ പഠിച്ചത് എനിക്ക് ഇതറിയാം, ഈ റൂൾ അറിയാം, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇവിടെ ഇന്ന ഫ്രേസാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കാണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ സ്വയമായിട്ട് അത് ഉപയോഗിച്ച് നോക്കാണ്ട് നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. വേണമെന്ന് കരുതി എനിക്ക് ഇതറിയാം, ഇന്നതിനൊരു എക്സ്പീരിയൻസ് കിട്ടട്ടെ, ഒരു സ്ഥലം കിട്ടട്ടെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു എൻവറോൺമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്യുക. ഒരിക്കൽ നിങ്ങൾ അങ്ങനെ വേണമെന്ന് വെച്ച് പ്രാക്ടിക്കലായി അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ നാവിൽ ആ വേർഡ് വന്നിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നിങ്ങൾക്ക് 2 യൂസേജസ് ആണ് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, നമ്മൾ ഷുഡ് എന്നുള്ള വേർഡ് പഠിച്ചിരുന്നില്ല ഇതിൻ്റെ മുൻപ്? എന്തായിരുന്നു ഷുഡ് എന്നുള്ളതിൻ്റെ അർത്ഥം? ഓർക്കുന്നുണ്ടോ? ഷുഡ് എന്നുള്ള അതിൻ്റെ മീനിങ് എന്തായിരുന്നു? നമ്മൾ എവിടെയാണ് ഷുഡ് യൂസ് ചെയ്യേണ്ടേ? ഷുഡ് എന്നുള്ളത് നമ്മളൊരു സജഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഒബ്ലിഗേഷൻ, ഒരു കടമ കൊടുക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഷുഡ് യൂസ് ചെയ്യും അല്ലേ? യു ഷുഡ് ഡു ഇറ്റ്, യു ഷുഡ് നോട്ട് ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അത് നമ്മൾ നല്ലപോലെ 2-3 ദിവസം പഠിച്ച കാര്യമാണ്. ഇവിടെയും അതുപോലെ ഒരു യൂസേജാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ യൂസേജാണ് നിനക്കിത് ചെയ്യുന്നതാണ് നല്ലതെന്ന് നമ്മൾ പറയില്ലേ? നീ ഇത് ചെയ്യുന്നതാണോ നിനക്ക് നല്ലത്? ഒരു മുൻകരുതൽ എന്ന് പറയില്ലേ? നമ്മൾ മുൻകരുതൽ എടുക്കുക, നിനക്കിത് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നീ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. അതൊരു തരം ഉപദേശം തന്നെയാണ്. പക്ഷേ അത് നമ്മളൊരു സംഭവത്തിലേക്ക് പോകുന്നു, ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ അവരെ ഒരു ജാഗ്രതയാക്കുകയാണ്, ഒരു മുൻകരുതൽ കൊടുക്കുകയാണ്. നീ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത് എന്നൊക്കെ പറയില്ലേ? യെസ്, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസാണ് ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, യു ഹാഡ് ബെറ്റർ ഗോ നൗ. നീ ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ഗോ നൗ. നീ ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ, നിനക്ക് നല്ലത്. ഗോ നൗ, ഇപ്പോൾ പോകുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. നമ്മൾ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് എപ്പോഴും വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു ബേസ് ഫോം. ഓക്കെ, ഇവിടെ ഗോ എന്ന് മാത്രം. യു ഹാഡ് ബെറ്റർ വെൻഡ് നൗ അല്ലെങ്കിൽ ഗോയിങ് നൗ എന്നൊന്നും യൂസ് ചെയ്യരുത്. യു ഹാഡ് ബെറ്റർ ഗോ നൗ. ഇവിടെ നമ്മൾ ഐ ആണെങ്കിലും യു ആണെങ്കിലും ഹി ആണെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഗോ എന്നുള്ള വേർബിനെയാണ്.
അടുത്തത് അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, പ്രസൻറ്റിലല്ലേ ഹാവ് യൂസ് ചെയ്തൂടെ, പാസ്റ്റിലല്ലേ നമ്മൾ കഴിഞ്ഞു പോയ കാലത്ത് കാര്യങ്ങൾ പറയുമ്പോഴല്ലേ ഹാഡ് യൂസ് ചെയ്യേണ്ടേ, ഇപ്പോഴത്തെ പറയുമ്പോൾ ഹാവ് അല്ലേ. നോ, ഈ ഒരു ഫ്രേസ് പാസ്റ്റിലാണെങ്കിലും പ്രസൻറ്റിലാണെങ്കിലും അത് ഇപ്പോൾ നമ്മൾ പ്രസൻറ്റിലാണ് യൂസ് ചെയ്യുന്നത്, അവിടെ നമ്മളത് ഹാഡായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ യു ഹാഡ് ബെറ്റർ ഗോ നൗ, നീ ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ടു ഗോ നൗ, അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സോ നമ്മൾ യു ഹാഡ് ബെറ്റർ, ഈ ഹാഡ് ബെറ്റർ എന്നുള്ള വേർഡിൻ്റെ ശേഷം ഒരിക്കലും ഇതുപോലെ ഒരു ടു നിങ്ങൾ ആരും ചേർക്കരുത്. ഓക്കെ, ഹാഡ് ബെറ്റർ ടു എന്ന് ചേർക്കരുത്. ഈ ഒരു ഫോമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. സോ ഹാഡ് ബെറ്റർ എഴുതുക, പറയുക, അതിൻ്റെ ശേഷം നിങ്ങൾ എന്താണോ ചെയ്യണം എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിനെ, ആ ഒരു വേർബിൻ്റെ ഫസ്റ്റ് ഫോമിനെയാണ് പറയേണ്ടത്. ഇവിടെ നമ്മൾ പോവുക എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഗോ എന്നുള്ള വേർബ് ചേർത്ത് കൊടുത്തത്. സോ യു ഹാഡ് ബെറ്റർ ഗോ നൗ, സോ യു ഹാഡ് ബെറ്റർ ടു ഗോ നൗ. കുറേ ആളുകൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അവരെല്ലാം ടു യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ടു എന്നുള്ളത് അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. സോ യു ഹാഡ് ബെറ്റർ ഗോ നൗ. ഇനി അടുത്തത് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഐ ഹാഡ് ബെറ്റർ പ്രിപ്പയർ ഫോർ എക്സാം ടുഡേ, ഞാനിന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഐ ഹാഡ് ബെറ്റർ പ്രിപ്പയർ ഫോർ എക്സാം ടുഡേ. ഐ ഹാഡ് ബെറ്റർ പ്രിപ്പയർ ഫോർ എക്സാം ടുഡേ. സോ ഇവിടെ നമ്മൾ ഹാഡ് ബെറ്റർ, ഞാൻ ചെയ്യുന്നതാണ് നല്ലത്, എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിന്? എക്സാമിന് വേണ്ടി. സോ ഫോർ എക്സാം. വി ഹാഡ് ബെറ്റർ വെയർ ഫേസ് മാസ്ക് when we travel to protect against flu viruses. ഫ്ലൂ വൈറസസ് ഇല്ലേ, നമുക്ക് കുറേ വൈറസസ് ഇല്ല, അങ്ങനത്തെ വൈറസസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് മാസ്ക് ധരിക്കുന്നതാണ് നല്ലത്. സോ ചെയ്തിട്ടില്ല, അത് ചെയ്യായിരിക്കും നല്ലത്. ഒരു ജാഗ്രത പറയാണ്. നമ്മൾ ഹാഡ് ബെറ്റർ വെയർ ഫേസ് മാസ്ക്. ഇവിടെ നോക്കിയേ, വെയർ എന്നുള്ള വേർബിൻ്റെ റൂട്ട് ഫോം, ഫസ്റ്റ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വി ഹാഡ് ബെറ്റർ വെയർ ഫേസ് മാസ്ക് വെൻ വി ട്രാവൽ ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഫ്ലൂ വൈറസസ്. യു ഹാഡ് ബെറ്റർ നോട്ട് സ്ലീപ്പ് ഇൻ ദി ക്ലാസ്. ഇവിടെ നോക്കിയ ഹാഡ് ബെറ്റർ നോട്ട് അല്ലേ. ഹാഡ് ബെറ്റർ നോട്ട് എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ഹാഡ് ബെറ്റർ എന്ന് വെച്ചാൽ നീ ഇത് ചെയ്യായിരിക്കും നല്ലത്. ഹാഡ് ബെറ്റർ നോട്ട് എന്ന് വെച്ചാൽ നീ ഇത് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. നീ ഇത് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത് എന്ന് പറയാനാണ് ഹാഡ് ബെറ്റർ നോട്ട്. സോ യു ഹാഡ് ബെറ്റർ നോട്ട് സ്ലീപ്പ് ഇൻ ദി ക്ലാസ്. നീ ക്ലാസ്സിൽ ഉറങ്ങാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. നീ ക്ലാസ്സിൽ ഉറങ്ങാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. യു ഹാഡ് ബെറ്റർ നോട്ട് സ്ലീപ്പ് ഇൻ ദി ക്ലാസ്. യു ഹാഡ് ബെറ്റർ സ്ലീപ്പ് ഇൻ ദി ക്ലാസ് എന്ന് പറഞ്ഞാൽ നീ ക്ലാസ്സിൽ ഉറങ്ങായിരിക്കും നല്ലത്. യു ഹാഡ് ബെറ്റർ നോട്ട് സ്ലീപ്പ് ഇൻ ദി ക്ലാസ് എന്ന് പറഞ്ഞാൽ നീ ക്ലാസ്സിൽ ഉറങ്ങാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. ഹി ഹാഡ് ബെറ്റർ നോട്ട് കോൾ ദി പോലീസ് നൗ. ഹി എന്ന് പറഞ്ഞാൽ അവൻ. കണ്ടോ, ഹി എന്ന് വന്നപ്പോഴും നമ്മൾ ഇവിടെ ഒരു മാറ്റവും ഇല്ല. ഹാഡ് ബെറ്റർ നോട്ട് കോൾ, സെയിം വേർബൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഒരു പ്രൊനൗണിനും ഒരു മാറ്റവും വരുന്നില്ല. ഹി ഹാഡ് ബെറ്റർ നോട്ട് കോൾ, അവൻ വിളിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. ആരെ? ദ പോലീസ്. പോലീസിനെ വിളിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. എപ്പോ? നൗ, ഇപ്പോൾ. അവൻ ഇപ്പോൾ പോലീസിനെ വിളിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. ഹി ഹാഡ് ബെറ്റർ നോട്ട് കോൾ ദി പോലീസ് നൗ. അവൻ പോലീസിനെ വിളിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. സോ നിങ്ങൾക്ക് ഹാഡ് ബെറ്ററും ഹാഡ് ബെറ്റർ നോട്ടും തമ്മിലുള്ള മാറ്റവും അത് യൂസ് ചെയ്യേണ്ട രീതികളും നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഹാഡ് ബെറ്ററും ഹാഡ് ബെറ്റർ നോട്ടും പഠിച്ചു. എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്തിരുന്നത്? We use this to refer to the present or the future. പ്രസൻറ്റിലേക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കോ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനെ കുറിച്ച് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്? എന്തിനെ കുറിച്ചാണ് നമ്മൾ റെഫർ ചെയ്തത്? അബൌട്ട് ദി ആക്ഷൻസ് ദാറ്റ് വി തിങ്ക് ദാറ്റ് ഷുഡ് ബി ഡൺ. നമ്മൾ ചെയ്തിരിക്കണം എന്ന് കരുതുന്ന ഒരാൾ അത് ചെയ്തിരിക്കണം എന്ന് കരുതുന്ന ഒരു ആക്ഷനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഹാഡ് ബെറ്ററും ഹാഡ് ബെറ്റർ നോട്ടും. ഓക്കെ, ചിലപ്പോൾ അത് ഒരു സ്പെസിഫിക് സിറ്റുവേഷനിലാവാം. ഇത് ചെയ്യുന്നതാണ് നല്ലത് എന്ന് നമ്മൾ ഭാവിയിൽ ഇത് ചെയ്യുന്നതാണ് നല്ലത് എന്ന് കരുതിയിട്ട് നമ്മൾ ഒരാളോട് പറയുക, റെഫർ ചെയ്യുന്നതാണ് ഹാഡ് ബെറ്ററും ഹാഡ് ബെറ്റർ നോട്ടും യൂസ് ചെയ്തിട്ട്. സോ ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നേരത്തെ കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാം. ഓക്കെ, ഇവിടെ ഇപ്പം നേരത്തെ വെയറിങ് ഫേസ് മാസ്ക് എന്ന് പറഞ്ഞ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. അതായത് ഫേസ് മാസ്ക് വെയർ ചെയ്യുന്നത് ആയിരിക്കും നല്ലത് അല്ലേ, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. യു ഹാഡ് ബെറ്റർ സ്ലീപ്പ് ബിഫോർ മോം സീസ് ദാറ്റ് യു ആർ പ്ലേയിങ് വീഡിയോ ഗെയിം.
നിനക്ക് അമ്മ വീഡിയോ ഗെയിം കളിക്കുന്നത് കാണുന്നതിന് മുൻപ് ഉറങ്ങുന്നതായിരിക്കും നല്ലത്. യു ഹാഡ് ബെറ്റർ സ്ലീപ്പ്. നീ ഉറങ്ങുന്നതാണ് നല്ലത്. ബിഫോർ മോം സീസ്. അമ്മ കാണുന്നതിന് മുൻപ്. ദാറ്റ് യു ആർ പ്ലേയിങ് വീഡിയോ ഗെയിം. നീ വീഡിയോ ഗെയിം കളിക്കുകയാണ് എന്നുള്ളത് അമ്മ കാണുന്നതിന് മുൻപ് നീ ഉറങ്ങായിരിക്കും നിനക്ക് നല്ലത്. വി ഹാഡ് ബെറ്റർ ബൈ എ കാർ ദിസ് ടൈം. നമുക്ക് ഈ പ്രാവശ്യം കാറ് മേടിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഈ പ്രാവശ്യം കാറ് മേടിക്കുന്നതായിരിക്കും നല്ലത്. താങ്ക് യു ബട്ട് ഐ ഹാഡ് ബെറ്റർ നോട്ട് ഹാവ് അനദർ ഗ്ലാസ് ഓഫ് ജ്യൂസ്. അതെന്താണ്? താങ്ക് യു ബട്ട് ഐ ഹാഡ് ബെറ്റർ നോട്ട് ഹാവ് അനദർ ഗ്ലാസ് ഓഫ് ജ്യൂസ്. താങ്ക് യു എന്ന് പറഞ്ഞാൽ നമ്മൾ നന്ദി പറയാം. ബട്ട് പക്ഷേ ഞാൻ വേറൊരു ഒരു ഗ്ലാസ് ജ്യൂസും കൂടെ കുടിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോയി, നല്ല ടേസ്റ്റുള്ള ജ്യൂസ് ആയിരുന്നു, 2 ഗ്ലാസ് കുടിച്ചു. അപ്പോൾ വേറൊരാൾ കൊണ്ടുവന്ന് വീണ്ടും ഒരു ഗ്ലാസ് വരുമ്പോൾ നമ്മൾ പറയില്ലേ താങ്ക് യു, പക്ഷേ ഞാനിപ്പോൾ അതും കൂടെ കുടിക്കാണ്ടിരിക്കുകയാണ് എനിക്ക് നല്ലത്, എൻ്റെ വയറ് ഓൾറെഡി ഫുള്ളാണ് എന്നൊക്കെ പറയില്ലേ. താങ്ക് യു ബട്ട് ഐ ഹാഡ് ബെറ്റർ നോട്ട് ഹാവ് അനദർ ഗ്ലാസ് ഓഫ് ജ്യൂസ്. ഓക്കെ. അടുത്തത് വി ഹാഡ് ബെറ്റർ ടേക്ക് എ ടാക്സി ടു കാലിക്കറ്റ്. നമ്മൾ കാലിക്കറ്റിലേക്ക് ഒരു ടാക്സി എടുക്കുകയായിരിക്കും നല്ലത്. ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. മഴ വരുന്ന പോലെ ഉണ്ട്. നമ്മളൊരു ടാക്സി എടുക്കുകയായിരിക്കും നല്ലത്. യു ഹാഡ് ബെറ്റർ നോട്ട് ഫർഗെറ്റ് ടു ടേക്ക് യുവർ പാസ്പോർട്ട്. യു ഹാഡ് ബെറ്റർ നോട്ട് ഫർഗെറ്റ് ടു ടേക്ക് യുവർ പാസ്പോർട്ട്. നീ നിൻ്റെ പാസ്പോർട്ട് എടുക്കാൻ മറക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. യു ഹാഡ് ബെറ്റർ നോട്ട് ഫർഗെറ്റ് ടു ടേക്ക് യുവർ പാസ്പോർട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സെൻറ്റൻസസ് ഒക്കെ മനസ്സിലായല്ലോ. അതായത് ഹാഡ് ബെറ്റർ നോട്ട് ചെയ്യുന്നതാണ് നല്ലത്, ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് കണ്ടാലോ. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തരുന്ന ഒരു ആക്ടിവിറ്റി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? യെസ്, നമ്മളെല്ലാവരും സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഡാഷ് ക്വസ്റ്റ്യൻ എന്ന് പറയില്ലേ, ഒരു ഡാഷ് തന്നിട്ടുണ്ടാവും, അവിടെ നമ്മൾ ഏതാണോ അപ്രോപ്രിയേറ്റ് അത് ഫില്ല് ചെയ്യണം അല്ലേ. സോ അതുപോലെ ഇവിടെ ഒരു ഡാഷ് ഉണ്ടാവും, അവിടെ ഹാഡ് ബെറ്റർ ആണോ ഹാഡ് ബെറ്റർ നോട്ട് ആണോ അപ്രോപ്രിയേറ്റ്, അതിനനുസരിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യാം. സോ ആദ്യത്തെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സീക്രറ്റ്. യു ഹാഡ് ബെറ്റർ നോട്ട് ടെൽ എനിബഡി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീക്രറ്റ് ആണ്. നീ ആരോടും പറയാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. യു ഹാഡ് ബെറ്റർ നോട്ട് ടെൽ എനിബഡി. ഓക്കെ. ഇനി അടുത്ത സെൻറ്റൻസ്, യു ഡാഷ് an umbrella. You dash an umbrella. Okay. You dash an umbrella. It's going to rain. You dash an umbrella. It's going to rain. അവിടെ നമ്മൾ നീ അംബ്രല എടുക്കുന്നതാണ് നല്ലത്, ആവാണ്ടിരിക്കുകയാണ് നല്ലത്, ഏതാണോ കറക്റ്റ് അത് നിങ്ങൾ ഇടുക. ഓക്കെ. Nobody likes you, so dash come to our party. Nobody likes you, so you dash come to our party. നിന്നെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് നീ പാർട്ടിക്ക് വരുന്നതാണോ വരാണ്ടിരിക്കുന്നതാണോ എന്നുള്ളത് ഹാഡ് ബെറ്റർ നോട്ട് ഇട്ട് നിങ്ങൾ ഫില്ല് ചെയ്യാം. യു ഡാഷ് ഡ്രിങ്ക് ബീർ, യു വിൽ ബി സിക്ക്. നീ ബീർ ഡാഷ് കുടിക്കുന്നതാണോ കുടിക്കാണ്ടിരിക്കുന്നതാണോ, യു വിൽ ബി സിക്ക്, നീ സിക്കായി പോവും. സുസി ഈസ് വീക്ക് ആൻഡ് ലുക്സ് പെയിൽ. ലുക്സ് പെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡള്ളായിട്ട് ക്ഷീണിതൻ എന്നൊക്കെ പറയില്ലേ. സോ സുസി ഈസ് വീക്ക് ആൻഡ് ഷീ ലുക്സ് പെയിൽ. ഷീ ഡാഷ് കൺസൾട്ട് എ ഡോക്ടർ. അവളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതാവും നല്ലത് എന്നാണോ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത് എന്നാണോ എന്നുള്ളത് നിങ്ങൾ ഫിൽ ചെയ്യാം. യു ആർ ഡ്രങ്ക് ആൻഡ് ഇറ്റ് മേക്സ് മീ നെർവസ്. നീ ഡ്രങ്ക് ആണ്, നീ കുടിച്ചിട്ടുണ്ട്. യു ആർ ഡ്രങ്ക്, നീ കുടിച്ചിട്ടുണ്ട്. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക, ഡ്രങ്ക് എന്ന് പറഞ്ഞാൽ കുടിച്ചവൻ. ഓക്കെ. സോ യു ആർ ഡ്രങ്ക് ആൻഡ് ഇറ്റ് മേക്സ് മീ നെർവസ്. അതെന്നെ വല്ലാണ്ട് അസ്വസ്ഥനാക്കുന്നു, നെർവസ് ആക്കുന്നു. യു ഹാഡ് ബെറ്റർ ലീവ് ആണോ ഹാഡ് ബെറ്റർ നോട്ട് ലീവ് ആണോ എന്നുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഐ എം നോട്ട് അലൗഡ് ടു കം ബാക്ക് ഹോം ലേറ്റ്. വീട്ടിലേക്ക് വൈകി വരാൻ എനിക്കതിന് പെർമിഷൻ ഇല്ല, എനിക്കതിന് അലൗഡ് അല്ല. വീട്ടിലേക്ക് ഒരുപാട് ലേറ്റായിട്ടൊന്നും വരാൻ എനിക്ക് അലൗഡ് അല്ല. ഐ എം നോട്ട് അലൗഡ് ടു കം ബാക്ക് ഹോം ലേറ്റ്. ഐ ഹാഡ് ബെറ്റർ ഗോ നൗ ആണോ ഹാഡ് ബെറ്റർ നോട്ട് ഗോ നൗ ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. എമ്മ ഡസൻറ്റ് ലൈക്ക് വെൻ സംവൺ സ്മോക്സ് ഇൻ ഹർ റൂം. എമ്മയ്ക്ക് അവളുടെ റൂമിൽ ആരെങ്കിലും പുക വലിക്കുന്നത് ഇഷ്ടമല്ല. യു ഹാഡ് ബെറ്റർ സ്മോക്ക് ഓവർ ദെയർ ആണോ ഹാഡ് ബെറ്റർ നോട്ട് സ്മോക്ക് ഓവർ ദെയർ. നീ അവിടെ പുക വലിക്കുന്നതാണോ പുക വലിക്കാണ്ടിരിക്കുന്നതാണോ നല്ലത് എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഐ ഹാവ് എ ഹെഡ് ഏക്ക്. ഐ ഹാഡ് ബെറ്റർ ഗോ ആൻഡ് സീ എ ഡോക്ടർ ആണോ ഐ ഹാഡ് ബെറ്റർ നോട്ട് ഗോ ആൻഡ് സീ എ ഡോക്ടർ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതുക. ഐ ഡാഷ് മിസ് ദി ലാസ്റ്റ് ട്രെയിൻ ടു ലണ്ടൻ. ഐ ഹാഡ് ബെറ്റർ മിസ് ദി ലാസ്റ്റ് ട്രെയിൻ ടു ലണ്ടൻ ആണോ ഐ ഹാഡ് ബെറ്റർ നോട്ട് മിസ് ദി ലാസ്റ്റ് ട്രെയിൻ ടു ലണ്ടൻ ആണോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ പേഴ്സണൽ ട്രെയിനർക്ക് സെൻഡ് ചെയ്യാം.
അടുത്ത ആക്ടിവിറ്റി നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജിങ് ആക്ടിവിറ്റിയാണ്. ഈ വോയിസ് മെസ്സേജിങ് ആക്ടിവിറ്റി ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതൊരു സ്റ്റോറി പോലെയാണ്. നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ 2-3 പ്രാവശ്യം റീഡ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇവിടെ കാണും, നല്ലപോലെ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ റീഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. മൈ നെയിം ഇസ് ഡേവിഡ്. I am going to complete a table tennis tournament this weekend. എൻ്റെ പേര് ഡേവിഡ് ആണ്. ഞാൻ ഈ ആഴ്ചയിൽ ഈ വീക്കെൻഡിൽ എൻ്റെ ടേബിൾ ടെന്നീസ് ടൂർണമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഐ വിൽ പ്രാക്ടീസ് ഓൾ വീക്ക് ബിക്കോസ് ഐ വോണ്ട് ടു വിൻ ദി ടൂർണമെൻറ്റ്. ഞാൻ എല്ലാ ആഴ്ചയും പ്രാക്ടീസ് ചെയ്യും, കാരണം എനിക്ക് ടൂർണമെൻറ്റ് ജയിക്കണം. ദ വിന്നർ വിൽ റിസീവ് 10,000 rupees. വിന്നറിന് 10,000 രൂപ കിട്ടും. മൈ ഫാദർ വിൽ ട്രാവൽ ടു ദി ടൂർണമെൻറ്റ് വിത്ത് മീ. എൻ്റെ അച്ഛൻ ടൂർണമെൻറ്റിന് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യും. ഹീ ഈസ് മൈ ട്രെയിനർ. എൻ്റെ അച്ഛനാണ് എൻ്റെ ട്രെയിനർ. ഹി വിൽ കം ഹിയർ ആൻഡ് വി വിൽ പ്രാക്ടീസ് ടുഗെദർ. എൻ്റെ അച്ഛൻ അവരിവിടെ വരും, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യും. അടുത്തത്, മൈ മദർ വോണ്ട് കം ടു ദി ടൂർണമെൻറ്റ് ബിക്കോസ് ഷി വിൽ ഗോ ടു മുംബൈ ടുഡേ. എൻ്റെ അമ്മ ടൂർണമെൻറ്റിന് വരില്ല, കാരണം അവരിന്ന് മുംബൈയിലേക്ക് പോവുകയാണ്. ബട്ട് മൈ സിസ്റ്റർ വിൽ കം. പക്ഷേ എൻ്റെ സിസ്റ്റർ വരും. ഷി വിൽ സിറ്റ് ഇൻ ദി സ്റ്റാൻഡ് ആൻഡ് ചിയർ ഫോർ മീ. അവർ സ്റ്റേഡിയത്തിൽ ഇരിക്കും, എന്നിട്ട് എനിക്ക് വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിക്കും. ഷി വിൽ ചിയർ ഫോർ മീ. മൈ ഫാമിലി വിൽ ബൈ എ കാർ ഫോർ മീ ഇഫ് ഐ വിൻ ദി ടൂർണമെൻറ്റ്. ഞാൻ ഈ ടൂർണമെൻറ്റിൽ ജയിക്കുകയാണെങ്കിൽ എൻ്റെ ഫാമിലി എനിക്ക് വേണ്ടി ഒരു കാറ് മേടിക്കും. ഇഫ് ഐ വിൻ ദി ടൂർണമെൻറ്റ് ഐ വിൽ ബൈ എ ന്യൂ ലാപ്ടോപ്പ് ഫോർ മൈ സിസ്റ്റർ. ഞാൻ ടൂർണമെൻറ്റിൽ ജയിച്ചാൽ എൻ്റെ സിസ്റ്ററിന് ഞാനൊരു പുതിയ ലാപ്ടോപ്പ് മേടിക്കും. ബട്ട് ഷീ ഡസൻ നോ ഇറ്റ്. പക്ഷെ അവൾക്കത് അറിയില്ല. ബട്ട് ഷീ ഡസൻ നോ ഇറ്റ്. ഇറ്റ് വിൽ ബി എ നൈസ് സർപ്രൈസ് ടു ഹർ. അത് അവൾക്കൊരു നല്ല സർപ്രൈസ് ആയിരിക്കും. ഐ ഹോപ്പ് ഐ വിൽ വിൻ ദി ടൂർണമെൻറ്റ്. ഞാൻ ടൂർണമെൻറ്റിൽ ജയിക്കും എന്നൊരു ഹോപ്പ് എനിക്കുണ്ട്, ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. കണ്ടില്ലേ, ഒരു സ്റ്റോറി പോലെ അല്ലേ നമുക്കൊക്കെ നടക്കുന്ന ഒരു കാര്യം. അതായത് എനിക്ക് ടൂർണമെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്, എനിക്കിതിൽ ജയിക്കണം, ഞാൻ കഠിനാധ്വാനം ചെയ്യും, എൻ്റെ അച്ഛനാണ് എൻ്റെ ട്രെയിനർ, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ യാത്ര ചെയ്യും ടൂർണമെൻറ്റിന്, എൻ്റെ അമ്മ വരൂല, എൻ്റെ സിസ്റ്റർ എൻ്റെ കൂടെ വരും, അവർ സ്റ്റേഡിയത്തിലുണ്ടാവും, ടൂർണമെൻറ്റിൽ ജയിച്ചാൽ എൻ്റെ വീട്ടുകാർ എനിക്കൊരു കാറ് മേടിച്ചു തരും, ഞാനൊരു ലാപ്ടോപ്പ് എൻ്റെ സിസ്റ്റർക്ക് മേടിച്ചു കൊടുക്കും, അതൊക്കെ ഒരു സർപ്രൈസ് ആവും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അല്ലേ നമ്മൾ ഡെയിലി നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഇത് നിങ്ങളൊരു ഓർത്തെടുത്തിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് നിങ്ങളെ കൊണ്ട് പറയാൻ കഴിയുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് വോയിസ് അയയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് തരുന്നത് ഇതുപോലെ ചൂസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡാഷ് തന്നിട്ടുണ്ടാവും, 3 ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ ഏത് ഓപ്ഷനാണോ പെർഫെക്റ്റ് ആ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, സോ ആദ്യത്തെ നമുക്ക് നോക്കിയാലോ. യെസ്, യു ഹാഡ് ബെറ്റർ ഡാഷ് ദി ടിക്കറ്റ്സ് നൗ. യു ഹാഡ് ബെറ്റർ ഡാഷ് ദി ടിക്കറ്റ്സ് നൗ. നീ ഇപ്പോൾ ടിക്കറ്റ്സ് അവിടെ എന്താണോ ഗ്യാപ്പ് നിങ്ങൾ ഫില്ല് ചെയ്യണം. നോട്ട് ബോട്ട്, ബൈ, ബോട്ട്, ടു ബൈ. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. സോ ഇതിൽ നിന്ന് ഏത് ഓപ്ഷനാണോ കറക്റ്റ് ആ ഓപ്ഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യും. രണ്ടാമത്തേത്, യു ഹാഡ് ബെറ്റർ ഡാഷ് അനാദർ കാർ നൗ. യു ഹാഡ് ബെറ്റർ ഡാഷ് അനാദർ കാർ നൗ. ടു നോട്ട് ബൈ, നോട്ട് ടു ബൈ, നോട്ട് ബൈ, ബോട്ട്. ഇതിൽ ഏത് ഓപ്ഷനാണോ കറക്റ്റ് അത് നിങ്ങൾ അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. തേർഡ് സെൻറ്റൻസ്, you had better dash this medicine. You had better dash this medicine. Not take, to take, taken. ഇതിൽ 4 ഏതാണോ കറക്റ്റ് ആൻസർ അത് നിങ്ങളവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. We had better dash on him. We had better dash on him. Depend, not depend, not to depend, to not depend. ഇതിൽ ഏത് ഓപ്ഷനാണോ കറക്റ്റ് അത് നിങ്ങൾ പ്ലേസ് ചെയ്യുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, you had better dash quarreling with her. To stop, stop, stopped, not stop. ഓക്കെ, ഇതിൽ ഏത് ഓപ്ഷനാണോ അതിന് ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അത് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. You had better dash the door before you leave. Sixth one, you had better dash the door before you leave. Not to lock, to lock, lock, locked. ഇതിൽ ഏതാണോ കറക്റ്റ് അത് നിങ്ങൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. You had better dash in the hostel. Not stay, stay, to stay, stayed. Eighth one, I had better dash this book soon. Not publish, publish, to publish, published. ഇതിൽ ഏതാണോ കറക്റ്റ് അത് നിങ്ങൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. You had better dash your money in some profitable business. Not invest, invest, to invest,
ഇൻവെസ്റ്റഡ്. ഈ സെൻറ്റൻസിൻ്റെ മീനിങ് നോക്കുക. അവിടെ ചെയ്യുന്നതാണോ നല്ലത് അതോ ചെയ്യാണ്ടിരിക്കുന്നതാണോ നല്ലത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിന് ഏകദേശം സാമ്യമുള്ള ഓരോ ഓപ്ഷൻ നിങ്ങൾ എടുത്തിട്ട് അവിടെ ഫിക്സ് ചെയ്തിട്ട് അതൊരു പൂർണ്ണതയുള്ളൊരു സെൻറ്റൻസ് ആക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് സെൻഡ് ചെയ്യേണ്ടത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് സെഷൻ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഒരു യൂസേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതും നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. മാക്സിമം ഇതെല്ലാവരും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യുക, യൂസ് ചെയ്യുക, നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ 50ാമത്തെ സെഷനാണ്. ഇനി വെറും 10 ക്ലാസ്സുകൾ മാത്രമാണ് ബാക്കി. ഇതുവരെ കഴിഞ്ഞ എന്ത് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും വൈകിപ്പിക്കാണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറെ കോൺടാക്ട് ചെയ്ത് അതൊക്കെ ക്ലിയർ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുക. Hope you understood this session and meet you with another new session. Thank you. Bye bye.